ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഏറുമാടം നിർമ്മിക്കുന്ന പാർട്ട് 1 വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചത് ഇവിടം വരെ സെറ്റ് ചെയ്തതായിരുന്നു. ഇവിടം വരെ റെഡിയാക്കി വെച്ച് കയറ് ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കയറ് നമുക്ക് ലാസ്റ്റ് ഇവിടെ കെട്ടി വെക്കാം. അപ്പം ഇപ്പോൾ ഞാനിവിടെ മേൽക്കൂര മേലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പല കഷ്ണം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും ഈ വലിപ്പത്തിൽ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പം ആ പലക കഷ്ണം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ്, നമ്മളിതാ ഈ പലക കഷ്ണമാണ് ഇവിടെ കെട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഇത് ഞാൻ കയറിയിട്ടുണ്ട്, അത്യാവശ്യം ഉറപ്പ്. ഗൈസ്, എൻ്റെ കന ഇതെല്ലാം താങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഭാഗം മുറിച്ച് കളയണം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സെറ്റാക്കി. ഇനി ഇവിടെ ഇതിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് നമുക്കൊരു ഒരു മരക്കഷ്ണം വെച്ച് സെറ്റാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മളിവിടെ ഊക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ഊക്ക് സെറ്റ് ചെയ്ത്, അപ്പോൾ ഊക്ക് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചത്. കുറച്ചാളെ കൊണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്കിനി ഇത് മേൽക്കൂര സെറ്റ് ചെയ്യാം. അപ്പോൾ ഏറുമാടത്തിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ വലിയ പല കഷ്ണം ഈ പലക കഷ്ണമാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വെച്ചപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ, ഇവിടം വരെ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 മരക്കഷ്ണമാണ് സെറ്റ് ചെയ്യുന്നത്. മരക്കഷ്ണം കൊണ്ട് കെട്ടുകയാണ്. പിന്നെ വേറൊരു കാര്യം, കയർ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നമ്മളെ പഴയ തുണിയെങ്ങാനെടുത്ത് ഞാനിങ്ങനെ നൂല് പോലെയാക്കി. അപ്പോൾ ഇനി ഇവിടെ കെട്ടാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ 4 ഭാഗത്തും കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താൽ നന്ദി. ഇതുപോലെ വീഡിയോ ഇടാൻ എനിക്ക് മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കെട്ടി സെറ്റാക്കിയിരിക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ മുകളിൽ ഓല മെടഞ്ഞ് റെഡിയാക്കാമെന്നായിരുന്നു. അപ്പോൾ ഓല മെടയാൻ വേണ്ടി ഇവിടെ ഓലയില്ല. അതായത് ഇങ്ങനെ ഉണങ്ങിയ ഓല മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഉണങ്ങിയ ഓല പോരാലോ. ഇവിടെ പച്ചോല ഇല്ല. പച്ചോല ഇനി തേങ്ങ പറിക്കുന്നേരം പച്ചോല എടുക്കേണ്ടി വരും. അപ്പോൾ അന്നേരം പച്ചോല എടുത്ത് ഓല മെടയാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുവരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് കാണാം. ഇത് പാർട്ട് 2 ആയിരുന്നു. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും അടിക്കുക. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 3 വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ന് തന്നെ ഞാനിടും അടുത്ത വീഡിയോ. ഇന്നൊരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടും. അപ്പോൾ